ഇടുക്കിയിൽ തേക്കടി ടൂറിസത്തെ തളർത്തി മുല്ലപ്പെരിയാർ ഭീതി. ഡാമിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞതോടെ തേക്കടിയിൽ ടൂറിസം മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വയനാട് ദുരന്തത്തിന് പിന്നാലെ നവമാധ്യമങ്ങളിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള ചർച്ചകൾ വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഭീതി പങ്കുവച്ചത്. ഇതോടെയാണ് തേക്കടിയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതും. മുല്ലപ്പെരിയാറിന്റെ ഒരു ഇഷ്യൂ വന്നാൽ തന്നെയും അത് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഇവിടെ വരുന്ന നല്ലൊരു ശതമാനം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളാണ്. അപ്പോൾ അവർ ഈ അടുത്ത കാലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലോവർ ക്യാമ്പ് ഭാഗത്തൊക്കെ സമരമൊക്കെ നടത്തി. അത് വലിയതായിട്ട് ഇങ്ങോട്ട് എഫക്റ്റ് ചെയ്തില്ല എങ്കിലും മുൻകാല അനുഭവത്തിൽ ഒരു വിഷയം നമ്മൾ എടുത്താൽ തന്നെ അത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മാനസിക അകൽച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ആൾക്കാർ പോകുമ്പോഴോ അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റിനെ നല്ലൊരു ശതമാനം ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കഴിവതും ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. കാരണം ജനങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് അത് ഒരു അനാവശ്യ ചർച്ച തന്നെയാണ്. അത് സുരക്ഷിതമാണോ അല്ലയോ എന്നുള്ളതൊക്കെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് ജനങ്ങൾ പരസ്പരം കലഹിക്കേണ്ട യാതൊരു സാഹചര്യം ഇല്ലെന്നാണ്. ഇടുക്കി ജില്ലയിൽ തുടർച്ചയായി മഴ മുന്നറിയിപ്പുകൾ കൂടി വന്നതോടെ മിക്ക ഹോട്ടലുകളിലും നേരത്തെ ലഭിച്ച ബുക്കിംഗുകൾ റദ്ദാക്കപ്പെട്ടു. ഓണം അവധിക്ക് മുന്നോടിയായി സാധാരണ ലഭിക്കുന്ന ബുക്കിംഗുകളിലും കുറവുണ്ടായിട്ടുണ്ട്. കാലാവസ്ഥയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നത് ടൂറിസം മേഖലകളായ തേക്കടിയെയും മൂന്നാറിനെയും വാഗമണെയും പ്രതികൂലമായി ബാധിക്കുകയാണ്. റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നത് തന്നെ അപ്രതീക്ഷിതമായി ബോട്ടിങ്ങും അതോടൊപ്പം തന്നെ ഓഫ് റോഡ് ജീപ്പ് സവാരിയും എല്ലാം നിർത്തിവെക്കുന്നതോടെ തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ യാതൊരുവിധ ആക്ടിവിറ്റികളും ആസ്വദിക്കാൻ കഴിയാതെ തിരികെ പോകേണ്ട അവസ്ഥ വരികയാണ്. ഇത് ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ്. തമിഴ്നാട് നിന്നുള്ള സഞ്ചാരികൾ മാത്രമാണ് നിലവിൽ തേക്കടിയിലേക്ക് കൂടുതലായും എത്തുന്നത്. ഓണം അവധിക്കാലം തുടങ്ങും മുമ്പ് KTDCയും വനം വകുപ്പിന്റെയും സഹായത്തോടെ സഞ്ചാരികളെ ആകർഷിക്കാനുള്ള കൂടുതൽ പദ്ധതികൾ ആലോചിക്കുകയാണ് തേക്കടിയിലെ ടൂർ ഓപ്പറേറ്റർമാർ. ജനം, ഇടുക്കി.